ഫ്രണ്ട്സ്, അപ്പോൾ എന്താണ്, നല്ല വർത്താനല്ലേ, സുഖല്ലേ? ലാസ്റ്റ് 30 days ഓഫ് നീറ്റിലേക്ക് എത്തിയില്ലേ? പേടിക്കണ്ട, ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് അലീന, ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് 4th year സ്റ്റുഡൻ്റാണ്. അപ്പോൾ ടെൻഷൻ ഫ്രീ മാറ്റാനായിട്ട് ഒരു ടിപ്പുണ്ട്. കടക്കല്ലേ? മെയിനായിട്ട് 3 കാര്യം ശ്രദ്ധിച്ചാൽ നീറ്റ് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഒന്നാമത്തെ കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്, മൂന്നാമത്തെ കാര്യം ഡോപ്പ കംപ്ലീറ്റ് ആയിട്ട് മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ എക്സാമാണ്. അത് ആക്ച്വലി ഒരു ഒട്ടും എക്സ്ട്രാസ് ഒന്നും ഇല്ലാതെ NCERTയുടെ അകത്ത് തന്നെ നിൽക്കുന്ന ഒരു എക്സാമാണ് നീറ്റ് എക്സാം. അപ്പോൾ നീറ്റ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം, പണ്ടത്തെ പല സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരും. ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരും, ചിലപ്പോൾ അതേ മോഡലിൽ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, അതിനകത്ത് ഫിസിക്സ് മസ്റ്റായിട്ടും ക്ലിയർ ചെയ്തിരിക്കണം, കാരണം സെയിം മോഡൽ ക്വസ്റ്റ്യൻ എന്തായാലും വരും. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് സീരീസ്. ഇപ്പോൾ നമ്മുടെ ഡോപ്പയിൽ മാരത്തോൺ എക്സാംസ് നടക്കുന്നുണ്ട്. മുമ്പ് നമ്മൾ കുറേ എക്സാംസ് നടത്തിയിട്ടുണ്ട്. ഇനി നീറ്റ് ഗാലയൊക്കെ വരും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് NCERTയുടെ അകത്തുനിന്ന് വരാൻ സാധ്യതയുള്ള എക്സ്ട്രാസ്, മുമ്പ് വന്നിട്ടുള്ള എക്സ്ട്രാസ്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത ഒരു ക്യാപ്സ്യൂൾ പരുവാണ് ടെസ്റ്റുകളെല്ലാം. അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് തെറ്റുകൾ വന്നേക്കാം, നിങ്ങൾക്ക് റാങ്ക് താഴേക്ക് പോയേക്കാം, മാർക്ക് കുറഞ്ഞേക്കാം. അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ വൺസ് അത് എക്സാം ക്ലിയർ ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെ പഠിക്കുക, എക്സാം ക്ലിയർ ചെയ്യുക, എന്നിട്ട് ബാക്കി വന്നിട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇല്ലാതിരുന്ന പല ക്വസ്റ്റ്യൻസും കിട്ടും. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. ബേസിക്കായിട്ട് നമ്മുടെ റിവിഷൻ അതാണ്. അത് വെച്ച് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ നമുക്ക് മുമ്പ് പഠിച്ച എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു, ഫോർമുലാസ് റിവൈസ് ചെയ്യുന്നു, NCERT ടെക്സ്റ്റിലെ പടങ്ങളൊക്കെ നോക്കുന്നു, ബയോളജിയിലെ കുറേ പടങ്ങളുണ്ട്, ലേബിൾസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും നമ്മൾ നോക്കുന്നു. ആ റിവിഷൻ കഴിയുന്നു, നമ്മൾ ഡോപ്പയിലെ എക്സാം എഴുതുന്നു. ഡോപ്പയിലെ എക്സാം എഴുതുമ്പോൾ കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻ കിട്ടുന്നു, വരുന്നു, സോൾവ് ചെയ്യുന്നു, ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി മൂന്നാമത്തെ കാര്യം, നേരത്തെ മുതൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ഡോപ്പയിൽ കയറിയിട്ടുണ്ട്. ഡോപ്പയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. മുമ്പത്തെ ക്ലാസ്സുകൾ, മുമ്പത്തെ നോട്ട്സുകൾ, നേരത്തെ എക്സാം സീരീസുകൾ, ഇപ്പോൾ നടക്കുന്ന എക്സാംസ് എല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. ഈ 3 കാര്യം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും 30 ദിവസം എന്ന് പറഞ്ഞ് കഴിയും. നീറ്റിൻ്റെ എക്സാം വരും, നിങ്ങൾ നല്ല പുഷ്പം പോലെ ക്ലിയർ ചെയ്യും. എല്ലാം വളരെ ഈസിയാവും, സ്മൂത്താവും. നോ ടെൻഷൻ അറ്റ് ഓൾ. അപ്പുറത്തുള്ള ആൾ പഠിക്കുന്നുണ്ടോ, പഠിക്കുന്നില്ലയോ, ഒരുപാട് പഠിക്കുന്നു, എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, ഞാൻ പഠിച്ചു പക്ഷേ എന്നിട്ടും എനിക്ക് റാങ്ക് കുറയുന്നു, ഒന്നും ശ്രദ്ധിക്കണ്ട. ഈ 3 കാര്യം കംപ്ലീറ്റ് ആയിട്ട് 30 ദിവസം വളരെ വൃത്തിക്ക് ക്ലിയർ ചെയ്താൽ യു ആർ ഗോണ ക്ലിയർ ദ നീറ്റ് വെരി ഈസിലി. നിങ്ങൾക്ക് അവസാനം വേണ്ടത് എനിക്ക് റാങ്ക് കിട്ടണതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യം നീറ്റ് ഞാൻ ചെയ്ത എഫേർട്ട് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് ഔട്ട്പുട്ടായിട്ട് നമ്മുടെ എക്സാമിന് എഴുതാൻ പറ്റിയെന്നുള്ള സാറ്റിസ്ഫാക്ഷനാണ്. ആ സാധനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അവസാനം നീറ്റ് എഴുതി കഴിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോ ടെൻഷൻ അറ്റ് ഓൾ. ലാസ്റ്റ് 30 days, ലാസ്റ്റ് ലാപ്പ് ഓഫ് അവർ ലോങ് റേസ്, നമ്മൾ ഇത് കഴിയുന്നു, അടിപൊളിയായിട്ട് നീറ്റ് എഴുതുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. നോ ടെൻഷൻ അറ്റ് ഓൾ. ജസ്റ്റ് ഫോളോ 3 things. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോഴത്തെ ടെസ്റ്റ് പേപ്പർ സോൾവിങ് ആൻഡ് ഡോപ്പേൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക. NCERTയുടെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒന്ന് ഓടിച്ചു നോക്കുക. അവസാനം നീറ്റിൻ്റെ തലേദിവസം അപ്പോൾ എന്താ ചെയ്യുക? നീറ്റിൻ്റെ തലേദിവസം നമുക്ക് വേണ്ടത് ഒരു ഫിസിക്സിൻ്റെ ഫോർമുല ബുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും മസ്റ്റായിട്ട് വേണം. രണ്ടാമത്തെ കാര്യം നമുക്ക് വേണ്ടത് ബയോളജി ടെക്സ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചിരിക്കണം. ചുമ്മാ ഒന്ന് ഓടിച്ച് എല്ലാ പേജും ഒന്ന് മറിച്ചൊന്ന് വായിക്കണം ബയോളജി ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ മൂന്നാമത്തെ കെമിസ്ട്രീൻ്റെ അകത്ത് ഓർഗാനിക് കെമിസ്ട്രീൻ്റെ നെയിംഡ് ഫോർമുലാസ് ഒക്കെ എഴുതിയ ഒരു ഫോർമുല ബുക്ക് നമുക്ക് വേണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എക്സ്ട്രാ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ, അങ്ങനെ ഒരു 2 കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഫോർമുല ബുക്ക്, ബയോളജി ടെക്സ്റ്റ് ഒന്ന് മറിച്ച് നോക്കുന്നു. നീറ്റിൻ്റെ തലേദിവസം കഴിയുന്നു, നമ്മൾ സുഖമായി കിടന്നുറങ്ങുന്നു. 8 മണിക്കൂറെങ്കിലും നല്ല ഉറക്കം കഴിഞ്ഞിട്ട് വേണം നമ്മൾ നീറ്റ് എക്സാം എഴുതാൻ. നൈസായിട്ട് നമ്മൾ നീറ്റ് എഴുതുന്നു, ക്ലിയർ ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്.